Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ബൈനറി വാല്യൂനെ നമുക്ക് ഒക്ടൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒക്ടൽ വാല്യൂവിലെ ഏറ്റവും വലിയ ഡിജിറ്റ് ഏതാ 7 ആണ്. ഈ 7 ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ 3 ബിറ്റ് നമുക്ക് ആവശ്യമുണ്ട്. ഇതാണ് 7 റെപ്രസെന്റ് ചെയ്യുന്നത്. മിനിമം 3 ബിറ്റ് വേണം നമ്മുടെ ഒക്ടൽ വാല്യൂവിൽ 7 റെപ്രസെന്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ബൈനറി നമ്പർ കിട്ടി കഴിഞ്ഞാൽ അതിനെ 3ന്റെ പേരാക്കുക. ലെഫ്റ്റ് സൈഡിൽ 3ന്റെ പേരാക്കുക. ഇതിപ്പോൾ കറക്റ്റ് 3ന്റെ പേര് പോകുന്നു. 3ന്റെ പേര് പോവാതെ വല്ലത് ബാക്കി വരാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് 0 ആഡ് കൊടുത്തിട്ട് വീണ്ടും 3ന്റെ പേര്. ഈ 3ന്റെ പേരാക്കിയതിനെ കറക്റ്റ് ഇതിന്റെ ഈ ബൈനറി വാല്യൂ എഴുതുക. 001 അതിന്റെ ബൈനറി പറഞ്ഞാൽ 1 ആണ്. 111 അതിന്റെ ബൈനറി പറഞ്ഞാൽ 7 ആണ്. 100 എന്താ 100ന്റെ ബൈനറി പറഞ്ഞാൽ 001 1 2 4 4 ആണ് ഇതിന്റെ ബൈനറി. ഇതിന്റെ കറസ്പോണ്ടിങ് ബൈനറി എന്താ ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ ഈ ബൈനറിയുടെ കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ 4718. ഇതാണ് ഇതിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ വരും. നമുക്ക് വേറൊരെണ്ണം എഴുതി വെക്കാം. ഇതാണ് നമ്മുടെ ബൈനറി വാല്യൂ. ഇതിന് നമ്മൾ 3ന്റെ പേരാക്കുമ്പോൾ ഒരു പേര് ഇവിടെ വന്നു, പിന്നത്തെ പേരിന് 2 വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു 0 ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് 3ന്റെ പേര് കിട്ടി. ഇനി ഇതിന്റെ നമ്മൾ ഒക്ടലിലേക്ക് ബൈനറി വാല്യൂക്ക് കൺവേർട്ട് ചെയ്യുക. 011 ഇതിന്റെ ബൈനറി പറഞ്ഞാൽ 3 ആണ്. ഇതിന്റെ ബൈനറി എത്രയാണ്? 2 ആണ്. ഇതിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ 2 3 ആണ്. ഇതിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ. നമുക്ക് അടുത്തതൊന്ന് നോക്കി നോക്കാം. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. അടുത്ത എക്സാമ്പിൾ പറഞ്ഞാൽ 1 0 1 0 1 0 1 1 0 1 0 0 1 0. അപ്പൊ അതിന് നമ്മൾ 3ന്റെ പെയേഴ്സ് ആക്കുക. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ആക്കേണ്ടത്. അപ്പോൾ ഒരു പെയർ കിട്ടി. അടുത്ത പെയർ, നെക്സ്റ്റ് പെയർ. അടുത്ത പെയർ ആക്കാനുള്ള ഇല്ല, 2 ഉള്ളൂ. അപ്പൊ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു 0 ആഡ് ചെയ്യുക. പെയറാക്കാം. നമുക്ക് 3ന്റെ പെയറാക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3ന്റെ പെയറാക്കാൻ പറ്റും. ഇനി ഈ 3ന്റെ പെയറാക്കിയതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ അല്ല ബൈനറി വാല്യൂസ് എഴുതുക. 010 അതിന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 2 ആണ്. 010 2 011 അതിന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 3 ആണ്. 101 5 010 2. ഇതിന് നമുക്ക് അപ്പോൾ ഈ ബൈനറി വാല്യൂന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ 25322 ബേസ് 8 ആണ് ഒക്ടൽ വാല്യൂ. അല്ലെങ്കിൽ നമുക്ക് ഒക്ടൽ വാല്യൂവിന്റെ പ്രിഫിക്സ് ആയിട്ടുള്ള 0 എഴുതാം. 025322. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഞാൻ അടുത്തൊരു എക്സാമ്പിൾ എഴുതുന്നു. എക്സാമ്പിൾ 1011011011. അപ്പൊ നമ്മൾ ഇതിന് 3ന്റെ പേരാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു പേര്, അടുത്തൊരു പേര്. അപ്പൊ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് 3ന്റെ പേരേഴ്സ് കിട്ടി. അപ്പൊ 011 പറഞ്ഞ എത്ര? 3 ആണ്. 011 വീണ്ടും 3 101 5. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ബൈനറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ 5338, അതായത് 0533. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഞാൻ അടുത്തൊന്നും എഴുതാണ്. 1011011. ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ 3ന്റെ പേരാക്കുക. അപ്പൊ ഒരു പേരാക്കി, വീണ്ടും ഒരു പേരാക്കി. ഇനി ഒരു പേര് ആക്കാനില്ല, ആകെ ഒരെണ്ണല്ലോ. അപ്പൊ അങ്ങനത്തെ സാഹചര്യം വന്നാൽ ഇനി 3 ആക്കാൻ എത്ര? 2 0 നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ആഡ് ചെയ്യാം. ഇത് വീണ്ടും 3ന്റെ പേരാക്കുക. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വാല്യൂ പറഞ്ഞാൽ 1 ആണ്. 001 അതിന്റെ ബൈനറി വാല്യൂ 1. 011 അതിന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 3 ആണ്. 011 3. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ 1338. അതാണ്. അപ്പൊ അതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 0133. 0 പറഞ്ഞാൽ പ്രിഫിക്സ് വാല്യൂ ആണ്. ബൈനറി ഒക്ടൽ വാല്യൂവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ആദ്യം 0 കൊടുക്കുന്നത്, പ്രിഫിക്സ്. അപ്പൊ നമുക്ക് ഈ പെട്ടെന്ന് നമുക്ക് ബൈനറി മനസ്സിലാവണം. അതായത് 3ന്റെ പെയേഴ്സ് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ബൈനറി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ബൈനറി വാല്യൂസ് കാണാണ്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ 100. ഇപ്പൊ 1ന്റെ ബൈനറി പറഞ്ഞാൽ 0001. 2ന്റെ ബൈനറി എത്രയാണ്? അപ്പൊ 4 ബിറ്റ് യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. 2ന്റെ ബൈനറി പറഞ്ഞാൽ 0010. 3ന്റെ ബൈനറി പറഞ്ഞാൽ 0011. 4ന്റെ ബൈനറി പറഞ്ഞാൽ 0100. 5ന്റെ ബൈനറി പറഞ്ഞാൽ 0101.
6ന്റെ ബൈനറി പറഞ്ഞാൽ 0 1 1 0. 7ന്റെ ബൈനറി പറഞ്ഞാൽ 0 1 1 1. 8ന്റെ ബൈനറി പറഞ്ഞാൽ 0 അല്ല 1 0 0 0. 9ന്റെ ബൈനറി പറഞ്ഞാൽ 1 0 0 1. 10ന്റെ ബൈനറി പറഞ്ഞാൽ 1 0 1 0. അപ്പൊ അങ്ങനെയാണ് നമുക്ക് കിട്ടുക. പിന്നെ നമ്മളിവിടെ 3ന്റെ പെയറായിട്ട് എടുക്കാനുള്ള കാരണം പറഞ്ഞാൽ നമ്മുടെ ഒക്ടൽ വാല്യൂവിലെ ഏറ്റവും വലിയ വാല്യൂ വരുന്നത് ഒക്ടൽ വാല്യൂവിൽ 0 1 2 അങ്ങനെ ഏറ്റവും വലിയ വാല്യൂ പറഞ്ഞാൽ 7 ആണ്. എന്താ 3 4 5 6 അതിൽ 7 ആണ് ഏറ്റവും വലിയ ഒക്ടൽ വാല്യൂ. അപ്പൊ 7 നമുക്ക് ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ 3 ബിറ്റ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 3ന്റെ പെയർ എടുക്കുന്നത്. അപ്പൊ 7ന്റെ ബൈനറി നമുക്ക് എഴുതി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 3 ബിറ്റ് ആവശ്യമുണ്ട്. 7 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര കിട്ടുക? 3 തവണ പോകും, റിമൈൻഡർ 1. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 തവണ പോകും, റിമൈൻഡർ 1. ലെഫ്റ്റിൽ നിന്ന് റിമൈൻഡർ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് എഴുതിയ 1 1 1 കിട്ടും. 7 നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ 3 ബിറ്റ് വേണം. അതുകൊണ്ടാണ് നമ്മൾ 3 ബിറ്റിന്റെ പെയറായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ആ 3 ബിറ്റിന്റെ പെയറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വാല്യൂസ് എഴുതുക. അത് അങ്ങനെയാണ് നമ്മൾ ഒക്ടൽ വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്.